അല്ലാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും മരണം വരെയുള്ള ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ യാത്രകൾ ചെയ്യുന്നവരാണ്. ചെറുതും വലുതുമായ ഒരുപാട് യാത്രകൾ നാം ചെയ്യാറുണ്ട്. ഈ യാത്രകളിൽ ചില യാത്രകൾ, ചില വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. മിക്ക അപകടങ്ങളുടെയും കാരണം അശ്രദ്ധയോ അതല്ലെങ്കിൽ നിയമങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടുമാണ്. നിയമലംഘനമാണ്, അതല്ലെങ്കിൽ അശ്രദ്ധയാണ് അപകടങ്ങളിൽ ഭൂരിഭാഗം. ഇവിടെ വാഹനം ഓടിക്കുന്നവൻ അല്ലെങ്കിൽ അതിലുള്ളവർ തന്റെ ജീവൻ സംരക്ഷിക്കുവാൻ ആവശ്യമായ രക്ഷാകവചം അത് പാലിക്കേണ്ടതുണ്ട് എന്ന ബോധം പലപ്പോഴും മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ അശ്രദ്ധയോ അവഗണനയോ എന്നിൽ നിന്നല്ലാതെ ആ വാഹനം ഓടിക്കുന്നവരിൽ നിന്നോ അധികാരികളിൽ നിന്നോ അതല്ലെങ്കിൽ അതിന്റെ റോഡിൽ നിന്നോ വല്ല പ്രയാസവും നേരിട്ടാൽ അപകടത്തിൽ പെടാതിരിക്കുവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി പ്രാർത്ഥനകൾ പഠിപ്പിച്ചത്. ഹജ്ജിന് പലരും പോയിട്ടുണ്ട്, പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. പോയവർ നാം അവരെ യാത്ര അയച്ചു. ഗൾഫിലേക്ക് പോയവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നാം അവർക്ക് യാത്ര അയക്കാറുണ്ട്. പോകുമ്പോ ഒന്ന് കണ്ടില്ലേ മോശല്ലേ എന്ന് പറഞ്ഞാണ് ചിലരൊക്കെ പോവുക. ചിലരെങ്കിലും ആ യാത്ര അയക്കാൻ പോകുമ്പോ പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിക്കുന്നവരുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. നമ്മള് ഉംറക്കോ ഹജ്ജിനോ ഗൾഫിനോ ഒക്കെ പോകുമ്പോ പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞ് പോകുമ്പോ ആ ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കൂട്ടുകാരികളോട് യാത്ര പറയുമ്പോ ഈ ഒരു പ്രാർത്ഥന കൂടി പറയണം. അസ്തഗ്ഫിറുല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക എന്ന പ്രാർത്ഥന പറയണം. ഇങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചത് പരിപൂർണമായും പോകുന്ന നീ അള്ളാഹുവിന്റെ തീരുമാനത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ നോട്ടത്തിലാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമുക്കും ബാധ്യതയുണ്ട്, യാത്ര പോകുന്നവർക്ക് ബാധ്യതയുണ്ട്. പള്ളിയിലേക്ക് വന്നവരിൽ മഹാഭൂരിപക്ഷം പേരും വാഹനത്തിൽ വന്നവരാണ്, പ്രത്യേകിച്ച് പുരുഷന്മാർ. നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ എന്ന പ്രാർത്ഥനയാണ്. സുബ്ഹാന, അല്ലാഹുവിനെയാണ് പരിശുദ്ധൻ. ആ പരിശുദ്ധൻ എന്തുകൊണ്ട്? അല്ലദീ സഖറ, നീ കീഴ്പ്പെടുത്തിയവനാണ്. ആർക്കാണ് കീഴ്പ്പെടുത്തിയത്? ലന, എനിക്ക്, എന്റെ കാറ്, എന്റെ ബൈക്ക്, എന്റെ വാഹനം, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഓട്ടോറിക്ഷ, ഇത് എനിക്ക് നീ കീഴ്പ്പെടുത്തിയവനാണ്. ഇതിന്റെ ആധിപത്യം നിന്റെ മേലാണ്, ഇതിന്റെ അധികാരം നിനക്കാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, മാലിക്കുൽ മുൽക്കാണവൻ, എല്ലാത്തിന്റെയും ആധിപത്യം അല്ലാഹുവേ നിന്റെ കയ്യിലാണ്, നിനക്ക് മാത്രമേ ആധിപത്യമുള്ളൂ. സഖറനാ ഹാദാ വമാ കുന്നാ, അല്ലേ? അതുകൊണ്ട് തന്നെ വമാ കുന്നാ, നമുക്കില്ല, എന്തില്ല, നമുക്കൊരാധിപത്യമില്ല, ഒരു കഴിവുമില്ല. അതുകൊണ്ട് തന്നെ വഇന്നാ ലമുൻഖലിബൂൻ, മുൻഖലബ്, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ്, നിന്നിലേക്ക് ആഗ്രഹം പതിക്കേണ്ടവരാണ്, നിന്നിലേക്ക് പ്രതീക്ഷ അർപ്പിക്കേണ്ടവരാണ്, നിന്നിലേക്ക് എത്തുന്നവരാണ്. വാഹനത്തിൽ കയറുമ്പോ, കുന്ന് കയറുമ്പോ, കുന്നിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇങ്ങനെ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ഡ്രൈവറല്ല, ഞാൻ പിന്നിലിരിക്കുന്നവരാണ്. എന്നാലും ഈ വാഹനത്തിന്റെ ഗതി എങ്ങനെയും മാറാം. അത് ഭയങ്കര ശ്രദ്ധയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വളവിലെത്തിയപ്പോ ഓപ്പോസിറ്റ് വണ്ടി വന്നിരുന്നു. ആ കട്ടോടുന്ന ഒരു വണ്ടി കയറിയത്
ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ ആടിച്ചത്തു ആയിപ്പോയിരുന്നു. നമ്മൾ പറയുന്ന ഒരു വർത്തമാനമാണ്, സത്യത്തിൽ തെറ്റാണ്. നമ്മൾ ശ്രദ്ധിച്ചോണ്ടൊന്നുമല്ല. ആ സൈഡിൽ നിന്ന് കയറി വരുമ്പോ കട്ടോടുന്ന ഒരു വണ്ടി നല്ല സ്പീഡിൽ വന്നപ്പോ, വേഗതയിൽ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടല്ല, അള്ളാഹു അങ്ങനെയാണ് തീരുമാനമുണ്ടാക്കിയത്. എന്തോ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്റെ വിഭവമായിട്ട്, എന്റെ വൈഭവമായിട്ട്, എന്റെ മികവായിട്ട്, എന്റെ ആ ഒരു മഹത്വമായിട്ടാണ് നമ്മൾ പറയുക. പകരം ആ പറച്ചിൽ ഒഴിവാക്കണം. എന്തോ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ നമുക്ക് നാവ് വരണം, മനസ്സ് വരണം, ചിന്ത വരണം. അള്ളാഹുവിന്റെ തീരുമാനമാണിത് എന്ന് പറയണം. രൂപത്തിൽ വാഹനം യാത്ര ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. മരണവാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കരിപ്പൂറിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് അലഹബാദിൽ നടന്നത് എന്ന് മീഡിയകൾ പറയുന്നു. എണ്ണം എത്രയോ ആവട്ടെ, നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് നമ്മുടെ ആരുടെയും ചർച്ചയിൽ അത് വരുന്നില്ല. പക്ഷെ ആലോചിക്കേണ്ടത്, നമ്മുടെ മരണം ഇങ്ങനെയാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ ആയിട്ടാണ് അവിടെ ആ വിമാനയാത്ര നടത്തിയത്. വിമാനയാത്ര ആരും മരിക്കാൻ കൊണ്ടുപോകാനോ, ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി നടത്തിയ യാത്ര അവസാനം ദുരന്തവുമായിട്ടാണ് അവർ പോയിട്ടുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നിങ്ങൾക്ക് തന്ന ചില നിർദ്ദേശങ്ങൾ. അയ്യുന്നാസി ഖൈറുൻ, നല്ലയാളാരാണ്, ആരാണ് നല്ലവർ എന്ന് ചോദിച്ചു. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, കുറെ കാലം ജീവിച്ചവർ കൊണ്ട് നമ്മൾ ദീർഘായുസിന് വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിക്കുക, നമ്മൾ ദീർഘായുസിന് വേണ്ടിയിട്ടാണല്ലോ ആഗ്രഹിക്കുക. പക്ഷെ റസൂൽ പറയാൻ കുറെ കാലം ജീവിച്ചത് കൊണ്ടല്ല കാര്യം. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, നല്ല നന്മയുള്ള അമലുണ്ടാവണം, നല്ല അമലുണ്ടാവണം. അപ്പൊ ഒരുപാട് കാലം ജീവിച്ചു എന്നതുപോലെ തന്നെ ആ ജീവിത അന്ത്യം വരെ അമലും നന്നാവണം എന്നുള്ളതാണ്. പ്രായമുള്ളവരെ ശ്രദ്ധിക്കുക. 60 ആയവർ, 65 55 നര തുടങ്ങിയവർ, നരച്ചവർ ആലോചിക്കുക. ഇത്ര കൊല്ലം ജീവിച്ചല്ലോ, എന്ത് നന്മയാണ് നന്മ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ളത്? എന്ത് നന്മയാണ് നന്മ എന്ന് പറയാൻ പറ്റുന്നത് റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ ഉണ്ടാവുക? നമ്മൾക്ക് നന്മകൾ എത്രയാണ് അല്ലാഹുവിന്റെ മുന്നിൽ ബാക്കിയുണ്ടാവുക? ശർറുന്നാസി, ജനങ്ങളിൽ മോശം ആൾക്കാരാണെന്നറിയോ? മൻ ത്വാല ഉംറുഹു, അവന് കുറെ കാലം ജീവിച്ചിട്ടുണ്ട്, പക്ഷേ വസൂഅ അമലുഹു, അവന്റെ അമല് മോശമായിരുന്നു എന്നാണ്. 30, 35, 45, 55, 65, 75 വയസ്സായിട്ട് ആ അമല് മോശമായവരാണോ നമ്മൾ, അമല് നല്ലവരായവരാണോ നമ്മൾ? ഒന്ന് ആലോചിക്കേണ്ടതാണ്. അല്ലാഹു നമ്മുടെ അമലുകൾ നന്നാക്കി പെരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് നിർദ്ദേശങ്ങൾ മറ്റൊന്ന് പ്രാർത്ഥന തന്നെയാണ്. വാഹനത്തിൽ കയറുമ്പോൾ ഇന്ന് ഈ പള്ളിയിലേക്ക് വന്നവർ ആലോചിക്കുക, നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ അറിയാത്തവരല്ല നമ്മൾ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ അറിയാത്തവരല്ല നമ്മൾ, സുബ്ഹാനല്ലാഹ് തുടങ്ങിയ പ്രാർത്ഥന അറിയാത്തവരല്ല നമ്മൾ. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മറന്നു പോകുന്നു? എന്തുകൊണ്ട് അലാറം വെച്ചൂടാ? നമ്മൾ 10 മണിക്ക് 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, 8:45 അലാറം വെക്കുക. നാളെ 9 മണിക്ക് ഇറങ്ങുമ്പോൾ 8:45 അലാറം വെക്കുക. അലാറം അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് മനസ്സ് പറയും, ഇന്ന പ്രാർത്ഥനക്കാൻ മുന്നേ ചൊല്ലുക. ആദ്യം അങ്ങനെ ശീലമാക്കിയാൽ അവർ ശീലമായി മാറും. അള്ളാഹു നോക്കിക്കൊണ്ടുമാറാവട്ടെ. സഹോദരന്മാരെ, മറ്റൊന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അധികാരമാണ്. നല്ലത് നമ്മൾ ചിന്തിക്കണം. ഇടിയും മിന്നലും മഴയും ഒക്കെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? കാലാവസ്ഥ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തുന്നു. ഇടി, മിന്നൽ, കാറ്റ്, കൊടുങ്കാറ്റൊക്കെ വരുന്നു. ആസിഡ് എന്നാൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇടി വരുമ്പോൾ പ്രാർത്ഥനയില്ലേ? കാറ്റ് വരുമ്പോൾ പ്രാർത്ഥനയില്ലേ? കാറ്റ് നല്ലതാണ്, എന്നാൽ കാറ്റിനെ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട്. അല്ലാഹുമ്മ ഇന്നി നസ്അലുകൽ ഖൈറ വഖൈറ മാ ഫീഹ, അല്ലാഹുവേ ഖൈർ തരണേന്നാണ്, നല്ലത് തരണേന്നാണ്. എന്ത് നല്ലത് വേണ്ടത്? വഖൈറ മാ ഫീഹ, ആ പ്രയോഗം നോക്കിയല്ലേ, എനിക്ക് ഖൈർ തരണം. എങ്ങനെയാ ഖൈർ? വഖൈറ മാ ഫീഹ, അതിൽ എന്തൊക്കെ നന്മയുണ്ടോ എല്ലാ ഖൈറും എനിക്ക് തരണം.
എന്നാൽ വഅഊദു ബിക മിൻ ശർരിഹ, അതിന്റെ ഷർറിൽ നിന്നും ഞാൻ അഭയം തേടുകയാണ്. അപ്പൊ കാറ്റ് ഷർറാണോ? അല്ല. വശർറ മാ ഫീഹ, എന്തൊക്കെയാണോ ഷർറത്തിലുണ്ടാവുക അതിൽ നിന്നൊക്കെ ഞാനിത് അഭയം തേടുന്നു. അല്ലെ, കാറ്റ് കൊണ്ട് എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ എനിക്ക് വേണം, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ നിന്നും രക്ഷപ്പെടുത്തുകയും വേണം എന്ന പ്രാർത്ഥനയാണ് അല്ലാഹുവേ അതിൽ നിന്നും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ ഇടിയും മിന്നലും, അല്ലെ, അല്ലാഹുവിന്റെ കോപം. നീ കുറെ ആളുകളെ മുന്നേ കോപം കൊണ്ട് നശിപ്പിച്ചിരുന്നു. ലൂത്ത് നബിയുടെ, ഹൂദ് നബിയുടെ ആ സമൂഹത്തെ ഓർപ്പിക്കുകയാണ്. അല്ലാഹുവേ, അതുകൊണ്ട് ഞങ്ങളിലേക്ക് അങ്ങനെ ശിക്ഷ അയക്കല്ലേ എന്ന് പറയുന്നു. ഇങ്ങനെ പ്രാർത്ഥനകൾ ഇടിമിന്നലുണ്ടാകുമ്പോ, കാറ്റുണ്ടാകുമ്പോ പ്രാർത്ഥിക്കണം. പിന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെയും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെയും പ്രാർത്ഥന. അയ്യൂബ് നബി അലൈഹിസ്സലാമിനുണ്ടായ ദുരിതം ലോകത്ത് അത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ടില്ല എന്നാണ്. മസ്സനിയ നുറ് എന്നാണ്. നുറ് എന്ന അറബി പദം സാധാരണ അറബിയിൽ ദുഃഖത്തിന് ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഹമ്മ്, റമ്മ്, വസബ്, ഇങ്ങനെ ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നുറ് എന്നാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ പറഞ്ഞത്. നിങ്ങൾ അറബി ഭാഷ അറിയുന്നവരുണ്ടാകും. നുറ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്നാണ് ഖുർആൻ പരിഭാഷയിൽ മലയാളീകരിച്ചത്. സത്യത്തിൽ കേവലം ബുദ്ധിമുട്ടുകൾക്കല്ല നുറ് എന്ന് പറയുക. എല്ലാ പ്രയാസങ്ങളും, എന്തൊക്കെ? സാമ്പത്തിക നഷ്ടം, ശാരീരികമായ വേദനകൾ, സാമ്പത്തികമായ പരാധീനതകൾ, ദാരിദ്ര്യം, കടം, രോഗം. നമ്മൾ പറയുന്ന ആകെ ഒന്നു പോകുമ്പോ ഒന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ ആകെ എടങ്ങാറായി നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾക്കാണ് അറബിയിൽ നുറ് എന്ന അറബി പ്രയോഗം അറബി കവികളൊക്കെ ആ പുരാതന കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അന്നി മസ്സനിയ നുറ്, അയ്യൂബ് നബി അലൈഹിസ്സലാം പറയാൻ, അന്നി മസ്സനിയ നുറ്, അല്ലാഹുവേ എനിക്ക് നുറ് ബാധിച്ചിരിക്കുന്നു, വഅൻത അർഹമുർ റഹീമീൻ എന്നാണ്. അപ്പൊ അതുകൊണ്ട് നാം ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുമ്പോ അല്ലാഹുമ്മ ലാ തഖതുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. അല്ലാഹുവേ, നീ നിന്റെ കോപം കൊണ്ട്, ദേഷ്യം കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കരുത് എന്നാണ്. നിന്റെ കോപങ്ങളെ കൊണ്ട് ഞങ്ങൾ നീ ശിക്ഷിക്കരുത് എന്നാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യുമ്പോ പ്രാർത്ഥിച്ചുല്ലേ, നല്ല മഴയ്ക്ക് വേണ്ടി അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, നല്ല മഴ ഞങ്ങൾക്ക് തരണേ എന്നാണ്. വല്ലാതെ മഴ വന്നു പ്രയാസപ്പെടുന്ന ഘട്ടമുണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ നമുക്ക് ഈ മഴ ഇപ്പൊ അതിലില്ല, ചുറ്റുമുള്ളവർക്ക് കൊടുക്കണേ എന്നായിരുന്നു. സഹോദരന്മാരെ, ആയിഷ ബീവി പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നെറ്റി വിയർക്കുന്നുണ്ടായിരുന്നു, മുഖങ്ങൾ ചുവന്നു തുടുക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു തുടുക്കാറുണ്ട് വഹി വരുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് മുഖം ചുവന്നു തുടുക്കാറുണ്ടായിരുന്നു. നെറ്റിയിൽ ഇങ്ങനെ വിയർപ്പെടുക്കുന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നബിയെ, എന്താ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നത്? നമ്മള് ഒരു സ്റ്റേഷൻ കിട്ടാൻ നടക്കുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നത്, നിങ്ങൾ വിയർക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്താ ടെൻഷൻ, നല്ല മഴയല്ലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ തിരിച്ചു പറഞ്ഞു, ആയിഷ, ഇങ്ങനെയുള്ള കാറ്റും മഴയും ഒക്കെ ഉണ്ടായപ്പോഴായിരുന്നു മുൻകാല സമൂഹം നശിപ്പിക്കപ്പെട്ടത് എന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ഇവിടുന്ന് 5 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ ചില പ്രദേശങ്ങൾ 2-3 ദിവസം തുടർച്ചയായി മഴ പെയ്യുമ്പോൾ റോഡ് മുങ്ങാൻ, വഴി ബ്ലോക്കാവാൻ. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നുള്ള ആ ചരിത്രവും ആ ഹദീസും നമ്മൾ ഓർക്കേണ്ടത്. റസൂലുള്ള പറഞ്ഞത് മുൻകാല സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് ഇത്തരം മഴകളും കാറ്റുകളും വന്നിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മഴയുണ്ട്, കാറ്റുണ്ട്, ഇടിയുണ്ട്, മിന്നലുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കിത് റഹ്മത്താണോ അതല്ല അദാബാണോ ശിക്ഷയാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് ഇടിയും മിന്നലും വരുമ്പോ അല്ലാഹുമ്മ ലാ തഖതുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം നാം ഓർക്കേണ്ടതാണ്. സഹോദരന്മാരെ, എവിടെയാ മരിക്കാന്നറിയില്ല. ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ലുഖ്മാനിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് അല്ലെ. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഒന്ന് അള്ളാഹ്ക്ക് അറിഞ്ഞ വിവരമാണ് എപ്പോഴാണ് ഖിയാമത്ത് ഉണ്ടാവുക, മഴ വർഷം എങ്ങനെയാണ്, അതേപോലെ തന്നെ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, എന്താണ് നാളെ സംഭവിക്കുക നിങ്ങൾക്കാർക്കും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ
തമൂത്, എവിടെയാണ് നിങ്ങൾ മരിക്കുക, എപ്പോഴാണ് മരിക്കുക, അതും പറയാൻ പറ്റൂല എന്നത്. എവിടെ മരിക്കും, വല്ലാത്തൊരു പ്രയോഗമാണ് അല്ലെ, എവിടെ മരിക്കുന്നാണ്, അത് പറയാൻ പറ്റൂല എന്ന് അള്ളാഹു പഠിപ്പിക്കാൻ. അത് ആർക്കും എന്ത് കണ്ടുപിടുത്തങ്ങൾ എത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും ഏത് ഹൈടെക് യുഗമായി കഴിഞ്ഞാലും എവിടെ മരിക്കും എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഏകദേശം ഇയാളെ കാലമായിട്ടുണ്ട്, ഇനി വല്ലാതെ സ്വീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഏകദേശം ആയി എന്ന് ഡോക്ടർമാർ പറഞ്ഞാലും ആശുപത്രിയിലാണോ മരിക്കുക, വാഹനത്തിലാണോ മരിക്കുക, വീട്ടിലാണോ മരിക്കുക, വലവും കുന്തും ഫീ ബുറൂജിൻ മുസയ്യദ, അല്ലേ, ഐനമാ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങളെ മരണം പിടികൂടും എങ്ങനെ, ഫീ ബുറൂജിൻ മുസയ്യദ, നല്ല ശക്തിയുള്ള കൊട്ടാരങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിലും ഒരു ഏറെ പോലും കടക്കാത്ത നല്ല ബന്ധവസ്ഥായ റൂമിനുള്ളിൽ ആയി ഇനിയാരും ഇവിടെ വരില്ല എന്ന് വിചാരിച്ചാലും ഐനമാ യുദ്രിക്കുമുൽ മൗതു, മരണം നിങ്ങളിലേക്ക് എത്തുമെന്നാണ്. കുല്ലും മ്രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. ആയിഷ ബീവിയും അലി റളിയല്ലാഹു തമ്മിൽ നടത്തിയ സംഭാഷണമാണ്. പനിയായി കാണാൻ പോയപ്പോ വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, ചെരുപ്പിന്റെ ആ വള്ളിയേക്കാൾ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്നതാണ് മരണം എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു അവരൊക്കെ നടത്തിയത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. അള്ളാഹ് എപ്പോഴും പുറത്തിറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, വീട്ടിൽ കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, അങ്ങനെ എപ്പോഴും അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ദുർബലരാണ്. ആണല്ലോ, നമ്മൾ ദുർബലരാണ്, നമുക്കൊരു ശക്തിയില്ല. എനിക്ക് നല്ല മസിൽ പവർ ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടിലുണ്ട്, ലോക്കറിൽ ഒരുപാട് സ്വർണമുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്നാലും അള്ളാഹു പഠിപ്പിച്ചത് മനുഷ്യ നീ ദുർബലനാണ്. അതാണ് കഴിഞ്ഞ വർഷം പ്രളയത്തിലും അതേപോലെ ദുരന്തങ്ങളിലുമൊക്കെ നാം കാണുന്നത്. ഇതൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. ഇതൊക്കെ തൽക്കാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലഹ്വുൻ വലഅബുൻ എന്ന് പറഞ്ഞതുപോലെ അത് പൊങ്ങച്ച നടിക്കുവാനുള്ള ആയി, എനിക്കണ്ട 6 ഏക്കർ പറമ്പുണ്ടല്ലോ അത് എന്റേതാണ് എന്ന് പറയാനുള്ള വകുപ്പായിട്ടല്ലാതെ ഒരു മാർഗവും നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നമുക്ക് അറിയുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞാൻ അഭയം തേടുകയാണ്. നമ്മൾ സ്ഥിരമായി പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. അതറിയാത്തവർ ആരുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് പ്രാർത്ഥനയിൽ വരുത്താത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പ്രാർത്ഥനയിൽ വരുത്തണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നിന്റെ നിഅമത്ത് എന്നിൽ നീക്കി കളയല്ലേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കണം. മിൻ സവാലി നിഅമതിക, അല്ലേ, വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക, അല്ലേ, 4 കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയിൽ പറഞ്ഞത്. ഒന്ന്, അല്ലാഹുവേ ഈ നിന്റെ കോപം എനിക്കുണ്ടാക്കാൻ പാടില്ല. 2, എന്റെ ആരോഗ്യം നീ നശിപ്പിക്കാൻ പാടില്ല. 3, നീ എനിക്ക് തന്ന അനുഗ്രഹം നീ നീക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക. ഇങ്ങനെ അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ എപ്പോഴും നമുക്ക് വരാം. പരീക്ഷണങ്ങളിൽ എങ്ങനെയാണ് നമ്മെ പരീക്ഷണം വരിക അറിയില്ല. കാറ്റിന്റെ രൂപത്തിലാവാം, മഴയുടെ രൂപത്തിലാവാം, അപകട രൂപത്തിലാവാം, സമ്പത്ത് രൂപത്തിലാകാം, സമ്പത്ത് തകർച്ചയിലൂടെയാവാം, കച്ചവടം തകർച്ചയിലൂടെയാവാം, കച്ചവടം പുരോഗതി പ്രാപിച്ചുകൊണ്ടാവാം, ആരോഗ്യം തന്നുകൊണ്ടാവാം, രോഗം തന്നുകൊണ്ടാവാം. എങ്ങനെയാണ് എന്ന് നിർവചിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. പക്ഷെ പരീക്ഷണം ഉറപ്പാണ്. ആർക്കാ കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക? അള്ളാഹുവുമായി അടുത്തവർക്കാണ്. അള്ളാഹുവുമായി അള്ളാഹ് ഇഷ്ടപ്പെടുന്നതോറും പരീക്ഷണങ്ങൾ കൂടും. എന്തിനാ ഈ പരീക്ഷണം അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾക്ക് ക്ഷമയുണ്ടാവാൻ, സഹനശക്തി ഉണ്ടാവാൻ, നമുക്ക് ഒന്നുകൂടി ഈമാൻ വർദ്ധിക്കാൻ. പക്ഷെ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുക എന്നുള്ളതാണ് നമുക്കുണ്ടാവുക. ഭണ്ഡാരം ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന് പറയുന്നതിന് പകരം നാം ക്ഷമാശീലരാകുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി. സഹാബ വനിതകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. യുദ്ധക്കളത്തിൽ പോയി നിങ്ങളെ ഭർത്താവ് മരിച്ചിട്ടോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളെ മകനും മരിച്ചു കേട്ടോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് റസൂലുള്ളാഹിക്ക് എന്തു പറ്റിയോ എന്ന് ചോദിക്കുന്ന സഹാബ വനിതകൾ
അവർ പറഞ്ഞത്, അവർ അൽഹംദുലില്ലാ എന്നും ഇന്നാലില്ലയും പറഞ്ഞത് അവർ ആശ്വസിക്കുകയായിരുന്നു. എന്താണ്? സ്വർഗത്തിലേക്ക് എനിക്ക് ഒന്നുകൂടി ഒരു ദറജ കൂടി ഒരു മർത്തബ കൂടി ഉയർന്നു കിട്ടാൻ ഒരു കാരണം കിട്ടിയല്ലോ എന്ന ആശ്വാസമായിരുന്നു അവർക്കുണ്ടായത് എന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, കച്ചവടം പറ്റ തകർന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, പഴയതുപോലൊന്നും ഇല്ല, ഭയങ്കര നഷ്ടാൻ, കമ്പോളങ്ങൾ വൻ ഇടിവിലാണ് എന്നൊക്കെ പറയുമ്പോൾ കച്ചവടക്കാരെ നമ്മൾ ആലോചിക്കേണ്ടത് ശരിയാണ്. പക്ഷെ അവിടെ നാം ഒന്ന് അള്ളാഹുവിനെ ഓർക്കുക. പണ്ട് നല്ല ലാഭം ഉണ്ടായിരുന്നല്ലോ. അള്ളാഹു എന്തെങ്കിലും കണ്ടുണ്ടാവും. അള്ളാഹു ഒന്നും കാണാതെ അള്ളാഹു ഒന്നും ചെയ്യൂല. എന്നാൽ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള ഹൈറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിൽ നാം ചിന്തിക്കുക. എന്നിട്ട് നാം പരലോകത്തെ കുറിച്ച് ആലോചിക്കുക. ഐനൽ മഫർ എന്ന് പറഞ്ഞ രംഗുണ്ട്. ഖിയാമത്ത് നാൾ വരുമ്പോ ബേജാറായിട്ട് നമ്മൾ ഓടുന്നാണ്. ഖിയാമത്ത് നാൾ വരുമ്പോ എല്ലാവരും വെപ്രാളത്തോടുകൂടും. ഐനൽ മഫർ അല്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി എന്നാണ്. ഓരോരുത്തരും കൂടെ ഉമ്മാനെ, ഉപ്പാനെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, കൂട്ടുകാരിയെ ആരെയും ശ്രദ്ധിക്കാതെ, മൈൻഡ് ചെയ്യാതെ അവരെ ഒഴിവാക്കിക്കൊണ്ട് വെപ്രാളപ്പെട്ടോടുന്ന രംഗുണ്ട്. അവരെ ഒഴിവാക്കുന്ന ദേഷ്യം കൊണ്ടല്ല, മറിച്ച് വെപ്രാളമാണ്. എനിക്ക് എന്റെ ജീവൻ, എനിക്ക് എന്റെ ജീവിതം, എനിക്ക് എന്റെ രക്ഷ, എനിക്ക് എന്റെ സുരക്ഷ, ഈ ബോധത്തോടെ ഓടിപ്പോകുന്ന ഒരു ഘട്ടം ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ നമുക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ അപകടങ്ങളും, ഓരോ ഉരുൾപൊട്ടലും, ഓരോ വെള്ളപ്പൊക്കവും ഒക്കെ നമുക്ക് പഠിപ്പിച്ചത് ആ ഖിയാമത്ത് നാളിന്റെ നേർചിത്രമാണ്. രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. കൂടെ എന്റെ ഭാര്യ വണ്ടിയിലുണ്ട്, എന്റെ ഭർത്താവ് കൂടെയുണ്ട്, എന്റെ മകൻ കൂടെയുണ്ട്, അവരെയും കൂടി കൈപിടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാം എന്നാലും ധരിക്കുന്നില്ല. എമർജൻസി ഡോറിലൂടെ, എമർജൻസി വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടുമ്പോ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് എമർജൻസി വിൻഡോയിലൂടെ ചാടുന്നവരും ആലോചിക്കുക. ട്രെയിൻ ദുരന്തമുണ്ടായി, കപ്പൽ ആഴ്ചകൾക്കുള്ളിൽ കപ്പലിന് ചെറിയ തീപിടുത്തമുണ്ടായി. ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നിൽ ട്രെയിൻ ദുരന്തമുണ്ടായി, ബസ് കത്തി. അപ്പോഴൊക്കെ നമ്മൾ കണ്ടത് അവനവനോട് രക്ഷപ്പെടുന്നു. പിന്നീട് രക്ഷപ്പെട്ടു, മറ്റെല്ലാം കത്തിച്ചാമ്പലായി. അതിനുശേഷമാണ് അവർ പറയുന്നത്, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാനെങ്ങനെയൊക്കെയോ ഓടിയിരുന്നു, എന്റെ വണ്ടിയിൽ, ആ വണ്ടിയിൽ നിന്നയാളൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും എന്തായെന്ന് അറിയില്ല, എല്ലാം പോയി എന്ന് പറയുന്ന രംഗം കഴിഞ്ഞ വർഷം നാം പ്രളയത്തിലും കണ്ടതായിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോട് കൂടി യാത്ര പുറപ്പെടുക. യാത്ര എന്നുള്ളത് ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, റസൂൽ തന്നെ ബാക്കി പറഞ്ഞു, യാത്രയാകുമ്പോ ഭക്ഷണം ഒഴിവാക്കേണ്ടി വരും, യാത്രയാകുമ്പോ ഉറക്കം ഒഴിവാക്കേണ്ടി വരും, യാത്രയാകുമ്പോ സാധാരണയുള്ള സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ യാത്ര ഒരു തരം പീഡനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാത്രയിൽ അള്ളാഹുവിനെ ധാരാളം സ്മരിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞ ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ചതായി കാണുന്നു. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, യാത്രക്കാർക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മറയുമില്ല. അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയുമില്ല. 3 ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അള്ളാഹും അവർക്കും ഇടയിൽ മറയില്ല. എന്ത് ചോദിച്ചാൽ ഉത്തരം കൊടുക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ 1 യാത്രക്കാരൻ, 2 ഉമ്മ, 3 പറഞ്ഞത് നോമ്പുകാരൻ. അതിൽ 1ാമത് യാത്രക്കാരനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യാത്ര എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. യാത്ര എന്നുള്ളത് ഒരു പുണ്യമാണ്. യാത്ര എന്നുള്ളത് പ്രതിഫലാർഹമായ കാര്യമാണ്. യാത്രയിൽ പാലിക്കേണ്ട മര്യാദകൾ വളരെ മുന്തിക്കുക, പ്രാർത്ഥനകൾ തുടങ്ങുക, അമീരുണ്ടാവുക, ഒരുപാട് മര്യാദകൾ നമുക്കറിയാം. ഈ മര്യാദകളോടുകൂടി യാത്ര തുടങ്ങുക. നമ്മുടെ യാത്ര ചിലപ്പോൾ അവസാനത്തെ യാത്രയായിരിക്കും എന്നുള്ള ബോധത്തോടുകൂടി വാഹനത്തിൽ കയറുക. അല്ലാഹു ആ ഓർമ്മ നമുക്ക് തരുമാറാവട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد، يا أيها الإخوان والأخوات اتقوا الله عباد الله، أوصيكم أولا أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ,
അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മരണം വരെ നമ്മുടെ ആരോഗ്യം തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന പ്രാർത്ഥനയുണ്ട്. വണ്ടിയിൽ കയറുമ്പോൾ അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് ചൊല്ലിക്കൊണ്ട് ഇറങ്ങുക. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ദില്ല വദല്ല വദില്ല വദല്ല വദലമ വദലമ ഔ അദ്ഹറ ലിജ്ഹറ അലിയ പോലെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചെറിയ പ്രാർത്ഥനകൾ, അറിയുന്ന പ്രാർത്ഥനകളെങ്കിലും ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധ നമുക്കുണ്ടാകുക. അതേപോലെ തന്നെ പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കറിയാം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കറിയാം. അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറുവാനും ഇറങ്ങുവാനും ശ്രദ്ധിക്കാം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന. വുളുവിന് ശേഷമുള്ള അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, വളരെ മഹത്വമുള്ള പ്രാർത്ഥനയാണ്. റസൂലിന്റെ ശഫാഅത്ത് കിട്ടും എന്ന് പോലും പറഞ്ഞ പ്രാർത്ഥനയാണ്. അപ്പൊ വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകാറുണ്ട്, ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയം നാം ഗൗരവത്തോടു കൂടി എടുക്കണം എന്ന് ശ്രദ്ധിക്കാൻ. പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിലുള്ള എപ്പോഴും നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ മീഡിയ ആയിട്ട് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കാം. പരുവത്തിലുള്ള ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വാഹനത്തിൽ കയറുമ്പോൾ ചില ആളുകൾ വണ്ടി കയറിയല്ലേ പിന്നെ എങ്ങനെയാ പോകുന്ന അറിയില്ല. ആ ഒരു ബോധം വിട്ട പോക്ക് നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്കില്ല എന്നറിയാം, പക്ഷെ എന്നാലും നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, മക്കൾ ഒക്കെ ആ രൂപത്തിൽ പോകുമ്പോൾ അവരുടെ ഉപദേശിച്ചു കൊടുക്കാൻ തയ്യാറാവുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാവുക. പ്രാർത്ഥന അവർക്ക് വേണ്ടിയും നമ്മുടെ നാവിലൂടെ മനസ്സിലൂടെയുള്ള പ്രാർത്ഥന വരണം എന്ന് ഒന്നുകൂടി ഓർപ്പിക്കണം. പിന്നെ മഴ ഒരിക്കലും ശപിക്കാൻ പാടില്ല, മഴയെ ശപിക്കാൻ പാടില്ല എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ യാത്ര ചിലപ്പോൾ ഇടങ്ങാറായി വരും, പക്ഷേ എന്തൊരു മഴ പണ്ടാരം പോകുന്നില്ലല്ലോ എന്ന രൂപത്തിലുള്ള വലതുസുബദ്ധ കാലത്തെ ശപിക്കുന്ന ഒരു പ്രയോഗം നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നുള്ളത് വളരെ ഗുരുത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സ്കൂളുകൾ തുറന്നു, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. അവരുടെ പഠനം, അവരുടെ ബുദ്ധി, അവരുടെ വിവേകം, അവരുടെ ചിന്തകൾ ഒക്കെ നല്ല രൂപത്തിലെത്തുവാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ടെങ്കിൽ അതും നാം ചെയ്തു കൊടുക്കുവാൻ തയ്യാറാവുക. മദ്രസകളുടെ അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ എവിടെയാണ് മദ്രസയിൽ പഠിക്കുന്നത് എന്നൊരു ചിന്ത നമ്മൾ നടത്തണം. കൃത്യമായി അള്ളാഹുവിനെ ഓർക്കുന്ന രൂപത്തിൽ മദ്രസ പഠനം കൊടുക്കുവാൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ ഇവിടെ കേന്ദ്ര പള്ളി ഫണ്ടിന്റെ കലക്ഷനാണ്. എല്ലാവരും ആ ഒരു സംഭാവന ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിക്ക് വേണ്ടി നല്ല രൂപത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു നിശ്ചിതമായ തുക കൊടുക്കുമെന്ന് തീരുമാനിക്കുകയും എല്ലാ വെള്ളിയാഴ്ച നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയും സംഭാവന കൊടുക്കുവാൻ തയ്യാറാവുക. കൃത്യമായി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവെ അത് കബൂൽ ചെയ്യണേ എന്ന പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം എന്ന് ഓർമ്മിക്കുകയാണ്. എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാനുള്ള കാരണമാണ് നമ്മുടെ സദഖ എന്നുള്ള ഓർമ്മയോടുകൂടി തന്നെ ദാനധർമ്മങ്ങളിൽ ഒഴുകുവാൻ തയ്യാറാവുക. നമ്മുടെ ജീവിതത്തിലുള്ള യാത്രകളിൽ ദുരന്തങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. ഇതിന്റെ ക്രമീകരണം, ഇതിന്റെ നിയന്ത്രണം എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ് എന്ന ബോധം എപ്പോഴും നമുക്കുണ്ടാവുക. ആ ബോധം ഉണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഈ പ്രകൃതിയുടെ എല്ലാം മുദബ്ബിർ ആലം അല്ലാഹയാണ് എന്ന ബോധം നമുക്കുണ്ടാവുക. ആ ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ മാറട്ടെ. പ്രാർത്ഥിക്കാൻ 2-3 ആളുകൾ നമ്മൾ ആവശ്യപ്പെട്ടു. ഒന്ന്, കുറെ മുന്നേ നമ്മുടെ മെമ്പറിൽ പറഞ്ഞ ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വളരെ വലിയ പ്രയാസത്തിൽ തന്നെ ആശുപത്രി കിടക്കയിലാണ്. അവർ അപകടത്തിൽ പെട്ടുകൊണ്ട് കിടപ്പിലായ രോഗിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കുവാനാവട്ടെ. അള്ളാഹുവെ പരിപൂർണ്ണ ആരോഗ്യവാനാണ് ആ കൂട്ടുകാരനെ തന്റെ ജീവിതത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണമല്ല. എല്ലാം കാണുന്ന റഹ്മുറഹ്മനാഥ, മരിച്ചുപോയ നമ്മുടെ ഉറ്റവർ ഉടയവർ അള്ളാഹു അവർ നീ ജന്നാത്തിൽ എത്തിക്കണമല്ല. നമ്മുടെ മരണം അള്ളാഹുവെ നീ പരിപൂർണമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുള്ള മരണമാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമല്ല. അള്ളാഹുവെ ഞങ്ങളുടെ യാത്രകൾ നീ നല്ല യാത്രയായി കബൂൽ ചെയ്യണമല്ല. അള്ളാഹുവെ നമ്മുടെ യാത്രയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും ഞങ്ങൾ
ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങളുടെ യാത്ര ഏറ്റവും നല്ല നിന്റെ മാർഗത്തിലുള്ള യാത്രയായി മാറ്റിത്തരണേ അല്ലാഹുവേ. മരിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചവർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എല്ലാം കാണുന്ന അർഹമുർ റഹീം അല്ലാഹുവേ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകാർ, കുടുംബങ്ങൾ അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണം എല്ലാം കാണുന്ന അർഹമുർ റഹീം. ദുരന്തത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണം അല്ലാഹുവേ. പ്രളയം, കൊടുങ്കാറ്റ്, ഇടി, മിന്നൽ, അപകടങ്ങൾ പോലെയുള്ള എല്ലാ ദുരന്തങ്ങളും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണം അല്ലാഹുവേ. ദുരന്തങ്ങൾ ഞങ്ങൾക്ക് നീ അഭയം നൽകണേ അല്ലാഹുവേ. ദുആകൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹുവേ, അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ രോഗികളായി ആശുപത്രിയിലും വീടുകളിലും കഴിയുന്ന നമ്മുടെ സഹോദരിമാർ അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹുവേ. സഹോദരൻ ഇസ്മായിൽ ഫാറൂഖി, അദ്ദേഹം രോഗിയായി ആശുപത്രിയിൽ വിശ്രമത്തിലാണ് അല്ലാഹുവേ. അദ്ദേഹത്തിന് അസുഖം നീ ഭേദമാക്കി കൊടുക്കണം അല്ലാഹുവേ. നമ്മൾ പറഞ്ഞവരും പറയാത്തവരും നമ്മെ ദുആകൊണ്ട് വസിയ്യത്ത് ചെയ്തവരും റബ്ബേ, അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാഹുവേ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരെ ഞങ്ങൾക്ക് നീ നൽകണേ നമുക്ക് വേണ്ടി ദുആ നടത്തുന്ന കൂട്ടുകാരെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെയും മക്കളെയും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിനെ സ്വർഗ്ഗഭൂതമാക്കി മാറ്റിക്കൊടുക്കണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദർ കൗസർ വെള്ളം കോരിക്കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഫലസ്തീനിലും മറ്റു പ്രദേശങ്ങളിലും വിശ്വാസത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് അല്ലാഹുവേ നീ മനസ്സമാധാനം കൊടുക്കണേ നമ്മുടെ വീട്ടിൽ നീ ബർക്കത്ത് ചൊരിയണേ നമ്മുടെ സമ്പത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹുവേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ മരണം വരെ ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പരിപൂർണമായും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹു. ഞങ്ങളുടെ ഈമാൻ പൂർത്തിയാക്കി തരണേ ഞങ്ങളുടെ ഈമാൻ നീ പൂർത്തിയാക്കി തരണേ ഞങ്ങളുടെ ഈമാൻ ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണേ والمسلمين والمسلمات الأحياء والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من تبع الهدى إلى